Hello everyone, welcome to Beam Online Classes. പുതിയ അക്കാഡമിക് ഇയറിലോട്ട് പോകുന്ന എല്ലാ കുട്ടികൾക്കും എൻ്റെ ആശംസകൾ. നമുക്കിന്ന് അരിത്മെറ്റിക് സീക്വൻസസ് ഫസ്റ്റ് ചാപ്റ്റർ മാത്സിൻ്റെ അത് വെച്ച് തുടങ്ങാം. ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് അരിത്മെറ്റിക് സീക്വൻസ് എന്ന് പോകുന്നതിന് മുമ്പേ നമുക്ക് മനസ്സിലാക്കാം എന്താണ് നമ്പർ സീക്വൻസസ്. നമ്പർ സീക്വൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് ദാറ്റ് ഫോളോസ് എ പാറ്റേൺ. ഫോർ ഇൻസ്റ്റൻസ്, നമ്മൾ ലിസ്റ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എഴുതുകയാണെങ്കിൽ ലിസ്റ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എന്തൊക്കെയാണ്? 1, 2, 3, 4, 5, 6 അങ്ങനെ. അത് ഒരു നമ്പർ സീക്വൻസ് ആണ് അല്ലേ? അതേപോലത്തെ ഒരു നമ്പർ സീക്വൻസ് ആണ് ലിസ്റ്റ് ഓഫ് ഓഡ് നമ്പേഴ്സ്. ഓഡ് നമ്പേഴ്സിന്റെ ലിസ്റ്റ് എന്താണ്? 1, 3, 5, 7, 9 അങ്ങനെ. സോ ഇത് ലിസ്റ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ആയി, ഇത് ലിസ്റ്റ് ഓഫ് ഓഡ് നമ്പേഴ്സ് ആണ് അല്ലേ? അതേപോലത്തെ ഒരു ലിസ്റ്റ് ആണ് ലിസ്റ്റ് ഓഫ് ഈവൻ നമ്പേഴ്സ്. ലിസ്റ്റ് ഓഫ് ഈവൻ നമ്പേഴ്സ് എന്തൊക്കെയാണ്? 2, 4, 6, 8, 10 അങ്ങനെ. ഇതുപോലെ നമുക്ക് പല പല ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് ഉണ്ടാക്കാൻ പറ്റും. അതിനാണ് നമ്പർ സീക്വൻസ് എന്ന് പറയുന്നത്. ഒരു റൂൾ ഫോളോ ചെയ്യുന്ന ഒരു സീക്വൻസ്. വേറൊരു റൂളാണ് ലിസ്റ്റ് ഓഫ് പെർഫെക്റ്റ് സ്ക്വയർസ് അല്ലെ? ഈ ഓരോ നമ്മൾ ഇവിടെ കാണുന്ന നാച്ചുറൽ നമ്പേഴ്സിന്റെയും പെർഫെക്റ്റ് സ്ക്വയർസ് എഴുതി എങ്ങനെ ഇരിക്കും? നമുക്ക് ഇവിടെ എഴുതി നോക്കാം. സ്ക്വയർസ്. ഓക്കെ, 1ന്റെ സ്ക്വയർ എത്രയാണ്? 1 സ്ക്വയർ ഇസ് 1. 2ന്റെ സ്ക്വയർ 2 സ്ക്വയർ ഇസ് 4. 3ന്റെ സ്ക്വയർ 3 സ്ക്വയർ ഇസ് 9. 4ന്റെ സ്ക്വയർ 16, 25, 36, 49 അങ്ങനെ. ഇതെല്ലാം തന്നെ നമ്പർ സീക്വൻസുകളാണ്. കാരണം അതിനൊരു പ്രത്യേക പാറ്റേൺ ഫോളോ ചെയ്താണ് ഈ ഓരോ നമ്പേഴ്സും മുന്നോട്ട് പോകുന്നത്. എന്താണ് അരിത്മെറ്റിക് സീക്വൻസ് അല്ലെ? അരിത്മെറ്റിക് സീക്വൻസ് ഒരു തരം നമ്പർ സീക്വൻസ് ആണ്. എന്താണ് അരിത്മെറ്റിക് സീക്വൻസിന്റെ പ്രത്യേകത? അരിത്മെറ്റിക് സീക്വൻസിൽ ഓരോ നമ്പറിന്റെയും ഇടയിലുള്ള ഗ്യാപ്പ്, അതിന്റെ നമ്പറിന്റെ ഡിഫറൻസ് കോൺസ്റ്റന്റ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ് നോക്കുവാണെങ്കിൽ ആദ്യത്തെ രണ്ട് നമ്പർ 1ഉം 2ഉം അതിൻ്റെ ഇടയിൽ എന്താണ് ഡിഫറൻസ്? 1 അല്ലെ? 1ന്റെയും 2ന്റെ ഇടയിലുള്ള ഡിഫറൻസ് 1, 2ന്റെയും 3ന്റെ ഇടയിലുള്ള ഡിഫറൻസ് 1, 3ന്റെയും 4ന്റെയും 1 അങ്ങനെ. ഓരോ നമ്പറിന്റെ ഇടയിലുള്ള ഡിഫറൻസ് 1 ആണ്. സോ ഇറ്റ്സ് എ അരിത്മെറ്റിക് സീക്വൻസ്. ഓഡ് നമ്പേഴ്സിന്റെ സീക്വൻസ് എടുത്താലോ? 1ന്റെയും 3ന്റെയും ഇടയിലുള്ള ഡിഫറൻസ് എത്രയാണ്? 2. 3ന്റെയും 5ന്റെ ഇടയിലുള്ള ഡിഫറൻസോ 2. 5ന്റെയും 7ന്റെയും ഇടയിലുള്ള ഡിഫറൻസും 2 അങ്ങനെ. സോ ഓരോ ഓഡ് നമ്പറിന്റെയും ഇടയിലുള്ള ഡിഫറൻസ് 2 ആണ്. സോ ഓഡ് നമ്പറിന്റെ സീക്വൻസും ഒരു അരിത്മെറ്റിക് സീക്വൻസ് ആണ്. അതേപോലെ തന്നെ ഈവൻ നമ്പേഴ്സിന്റെ ഇടയിലുള്ള ഗ്യാപ്പും 2, 2 വച്ചിട്ടാണ്. സോ അതും ഒരു അരിത്മെറ്റിക് സീക്വൻസ് ആണ്. പക്ഷെ ലിസ്റ്റ് ഓഫ് പെർഫെക്റ്റ് സ്ക്വയർസ് അല്ലെ? ലിസ്റ്റ് ഓഫ് പെർഫെക്റ്റ് സ്ക്വയർസ് 1, 4, 9 അതിന്റെ ഇടയിലെ ഗ്യാപ്പ് നോക്കുവാണെങ്കിൽ ഇത് 3 ആണ് 1ന്റെയും 4ന്റെ ഇടയിൽ. പക്ഷെ ഇത് 5, ഇത് 7 അങ്ങനെ. റൈറ്റ്? സോ ഇറ്റ് ഇസ് നോട്ട് എൻ അരിത്മെറ്റിക് സീക്വൻസ്. കാരണം ഇതിന്റെ ഇടയിലുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് ഈക്വൽ ഗ്യാപ്പുകളല്ല അല്ലെ? ഇത് എന്ത് ടൈപ്പ് സീക്വൻസ് ആണെന്നുള്ളത് നമ്മൾ പിന്നീട് പഠിക്കും. പക്ഷെ നമുക്കിപ്പം മനസ്സിലാക്കേണ്ടത് ഈ എല്ലാം തന്നെയും സീക്വൻസുകളാണ്, നമ്പർ സീക്വൻസുകളാണ്. ഇത് മൂന്നും അരിത്മെറ്റിക് സീക്വൻസ് ആണ്. കാരണം ഓരോ നമ്പറിന്റെയും ഇടയിലുള്ള ഗ്യാപ്പ് കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, ആ അണ്ടർസ്റ്റാൻഡിങ്ങോട് കൂടി നമുക്ക് ചാപ്റ്ററിലെ ഫസ്റ്റ് സെറ്റ് ഓഫ് എക്സാമ്പിൾസ് നോക്കാം. അതിൽ ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് 4 തരം സ്ക്വയർ തന്നിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് അതിന്റെ ലിസ്റ്റ് ഓഫ് ഒരു സീക്വൻസ് ഉണ്ടാക്കാൻ പറഞ്ഞിരിക്കുകയാണ്. നമുക്ക് ചാപ്റ്ററിലോട്ട് പോകാം. എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്പർ പാറ്റേൺസ് കണ്ടുപിടിക്കാനായിട്ട് 4 തരം സ്ക്വയർ തന്നിട്ടുണ്ട്. ഈ സ്ക്വയർസിന്റെ നമ്മൾ പെരിമീറ്റർ എന്താണ്, ഓക്കെ, ഏരിയ എന്താണ്, അങ്ങനെയുള്ള പല പല സീക്വൻസുകൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കത് ഇവിടെ ചെയ്ത് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ, ലെങ്ത്. ഓരോ സ്ക്വയറിന്റെയും ലെങ്ത് എന്താണ്? ഫസ്റ്റ് സ്ക്വയറിന്റെ ലെങ്ത് ആണ് 1 സെന്റിമീറ്റർ, സെക്കൻഡിന്റെ 2, തേർഡിന്റെ 3, നാലാമത്തെ 4 സെന്റിമീറ്റർ. അപ്പൊ അതൊരു സീക്വൻസ് ആയി. ഓക്കെ,
1 2 3 4. അതൊരു അരിത്മെറ്റിക് സീക്വൻസ് ആണ്. ഓരോന്നിന്റെ ഇടയിലെ ഗ്യാപ്പ് എത്രയാണ്? 1 1 വെച്ചിട്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താണ് പെരിമീറ്റർ ഓരോന്നിന്റെ. നമുക്കറിയാം ഒരു സ്ക്വയറിന്റെ പെരിമീറ്റർ എല്ലാ സൈഡും ഈക്വൽ ആയത് കാരണം അതിന്റെ ചുറ്റളവ് 4 times ലെങ്ത് ഓഫ് വൺ സൈഡ്. അപ്പോൾ ഒരു സൈഡിന്റെ ലെങ്ത് 1 സെന്റിമീറ്റർ ആണെങ്കിൽ പെരിമീറ്റർ 4 സെന്റിമീറ്റർ ആയിരിക്കും. ഓക്കെ, ഒരു സൈഡ് 8 സെന്റിമീറ്റർ ആയത് കാരണം ഒരു സൈഡ് 2 സെന്റിമീറ്റർ ആയ സ്ക്വയറിന്റെ പെരിമീറ്റർ 8 സെന്റിമീറ്റർ. 4 times 2, 4 into 2. ഒരു സൈഡ് 3 സെന്റിമീറ്റർ ആയ ഒരു സ്ക്വയറിന്റെ പെരിമീറ്റർ 3 into 4 അഥവാ 12 സെന്റിമീറ്റർ. ഒരു സൈഡ് 4 സെന്റിമീറ്റർ ആയിട്ടുള്ള സ്ക്വയറിന്റെ പെരിമീറ്റർ 4 into 4 16 സെന്റിമീറ്റർ. ഓക്കെ, നൗ ഇതും ഒരു സീക്വൻസ് ആണ് പെരിമീറ്റർ ഈ സ്ക്വയറുകളുടെ. ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് ആണോ? ഇതൊരു നമ്പർ സീക്വൻസ് ആണ്. ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് ആണോ? അത് മനസ്സിലാക്കാൻ നമ്മൾ ഓരോ നമ്പറിന്റെയും ഇടയിലുള്ള ഗ്യാപ്പ് നോക്കുക. 4ന്റെയും 8ന്റെ ഇടയിലുള്ള ഗ്യാപ്പ് എത്രയാണ്? 4. 8ന്റെയും 12ന്റെയുമോ? 4. 12ന്റെയും 16ന്റെയും 4. അത് കാരണം പെരിമീറ്ററിന്റെ നമ്പർ സീക്വൻസ് ഒരു അരിത്മെറ്റിക് സീക്വൻസ് ആണ്. അപ്പം ലെങ്ത്തും അരിത്മെറ്റിക് സീക്വൻസ് ആണ്, പെരിമീറ്ററും അരിത്മെറ്റിക് സീക്വൻസ് ആണ്. നമുക്കിനി കണ്ടുപിടിക്കാൻ ഏരിയ. സ്ക്വയറിന്റെ ഏരിയയുടെ ഫോർമുല എന്തുവാണ്? എല്ലാ സൈഡും ഈക്വൽ ആയത് കാരണം ഇറ്റ് ഈസ് ഒരു റെക്ടാംഗിളിന്റെ ഏരിയ ആണ് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. സ്ക്വയറിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും സെയിം ആയത് കാരണം ആ സൈഡിന്റെ സ്ക്വയർ, ആ സൈഡ് ഇൻറ്റു ആ സൈഡിന്റെ ലെങ്ത്. സോ 1 സെന്റിമീറ്റർ സ്ക്വയറിന്റെ ഏരിയ ആണ് 1 സെന്റിമീറ്റർ സ്ക്വയർ. 2 സെന്റിമീറ്റർ ഉള്ള സ്ക്വയറിന്റെ ഏരിയ ആണ് 2 into 2 അഥവാ 4 സെന്റിമീറ്റർ സ്ക്വയർ. 3 സെന്റിമീറ്റർ ഉള്ള സ്ക്വയറിന്റെ ഏരിയ ആണ് 3 into 3 9 സെന്റിമീറ്റർ സ്ക്വയർ. 4 സെന്റിമീറ്റർ ഉള്ളത് 16 സെന്റിമീറ്റർ സ്ക്വയർ. സോ ഇതും ഒരു പാറ്റേൺ ഫോം ചെയ്യാണ്, പെർഫെക്റ്റ് സ്ക്വയറുകളുടെ പാറ്റേൺ. നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു നേരത്തെ. ഇവിടെ പെർഫെക്റ്റ് സ്ക്വയറുകളുടെ പാറ്റേൺ എന്ന് പറയുന്നത് ഒരു നമ്പർ സീക്വൻസ് ആണ്, പക്ഷെ അരിത്മെറ്റിക് സീക്വൻസ് അല്ല, കാരണം അതിന്റെ ഇടയിലുള്ള ഗ്യാപ്പുകൾ കോൺസ്റ്റന്റ് അല്ല. സിമിലർലി ഈ കേസിലും ഇതിന്റെ ഓരോ ഏരിയയുടെയും ഇടയിലുള്ള ഗ്യാപ്പ് 1ന്റെയും 4ന്റെയും ഇടയിലുള്ള ഗ്യാപ്പ് 3, 4ന്റെയും 9ന്റെയും 5, 9ന്റെയും 16ന്റെയും 7 അല്ലെ. അത് ഈക്വൽ അല്ലാത്ത കാരണം ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് അല്ല, പക്ഷെ ഒരു നമ്പർ സീക്വൻസ് ആണ്. ഇനിയും കണ്ടുപിടിക്കേണ്ടത് ഡയഗണൽസ്. ഓരോ ഡയഗണലും എത്രയാണ് ഓരോ സ്ക്വയറിന്റെയും. സോ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു എക്സാമ്പിളിനായിട്ട് ഒരു സ്ക്വയർ ഇവിടെ വരച്ചിട്ടുണ്ട്. നമുക്കറിയാം പൈതഗോറസ് തിയറം. നിങ്ങൾക്ക് ഇത് ഓൾറെഡി അറിയാമായിരിക്കും എങ്ങനെയാണ് ഒരു സ്ക്വയറിന്റെ ഡയഗണൽ കണ്ടുപിടിക്കുന്നതെന്ന്. പക്ഷെ അത് ഓർമ്മയില്ലാത്തവർക്കായിട്ടും ഒരു ക്വിക്ക് റിഫ്രഷറിന് വേണ്ടിയിട്ട് നമുക്കത് ചെയ്ത് നോക്കാം. സപ്പോസ് ഒരു സൈഡ് ഈ സ്ക്വയറിന്റെ എ ആണെന്ന് വിചാരിക്കാം. സോ എല്ലാ സൈഡും എ ആണ്, എ ലെങ്ത് ഉള്ള സ്ക്വയർ ആണ്. ഇത് രണ്ടും എ ആകുമ്പോൾ ഇതൊരു 90 ഡിഗ്രി ഇവിടെ ആംഗിൾ വരുന്നു. നമ്മളിവിടെ ഡയഗണൽ വരയ്ക്കുകയാണ്. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ട ഈ ഡയഗണലിന്റെ ലെങ്ത്. നമുക്ക് എന്തറിയാം? ഈ ഡയഗണൽ എന്ന് പറയുന്നത് ഈ കാണുന്ന റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ ഹൈപ്പോട്ടിന്യൂസ് ആണ് ഈ ഡയഗണൽ. അപ്പൊ ഹൈപ്പോട്ടിന്യൂസിന്റെ ഫോർമുല എന്തുവാണ്? പൈതഗോറസ് തിയറം വെച്ച് ഹൈപ്പോട്ടിന്യൂസിന്റെ ഫോർമുലയാണ് റൂട്ട് ഓഫ് ഈ സൈഡിന്റെ സ്ക്വയർ പ്ലസ് ഈ സൈഡിന്റെ സ്ക്വയർ അഥവാ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. ഓക്കെ, നമുക്കത് ഇവിടെ എഴുതാം. റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ is equal to root of 2 times a square, which is nothing but root 2 into a. എയുടെ മുകളിൽ റൂട്ട് ഇല്ല, കാരണം റൂട്ട് ഓഫ് എ സ്ക്വയർ എ ആണ്. റൂട്ട് ഓഫ് 2 root 2. സോ നമുക്ക് എ ലെങ്ത് ഉള്ള ഒരു സ്ക്വയറിന്റെ ഡയഗണൽ ആണ് റൂട്ട് 2 ടൈംസ്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ പറയുന്ന 1 സെന്റിമീറ്റർ സൈഡ് ലെങ്ത് ഉള്ള ഒരു സ്ക്വയറിന്റെ ഡയഗണൽ എത്രയായിരിക്കും? റൂട്ട് 2 ഇൻറ്റു എന്റെ സ്ഥാനത്ത് നമ്മൾ 1 കൊടുക്കുന്നു. അപ്പോൾ റൂട്ട് 2 ഇൻറ്റു 1 അഥവാ റൂട്ട് 2. സോ റൂട്ട് 2 സെന്റിമീറ്റർ. എന്തായിരിക്കും 2 സെന്റിമീറ്ററിന്റെ ഡയഗണൽ? 2 സെന്റിമീറ്റർ ഉള്ള സ്ക്വയറിന്റെ ഡയഗണൽ റൂട്ട് 2 ഇൻറ്റു 2 അഥവാ 2 റൂട്ട് 2 സെന്റിമീറ്റർ. സിമിലർലി ഇതിൻ്റെത് 3 റൂട്ട് 2 സെന്റിമീറ്റർ, ഈ സ്ക്വയറിൻ്റെത് 4 റൂട്ട് 2 സെന്റിമീറ്റർ. അതൊക്കെയാണ് ഡയഗണലിന്റെ ലെങ്ത്. ഇനി ഇത് ഒരു നമ്പർ സീക്വൻസ് ആണ് അല്ലെ. നമുക്ക് ഓൾറെഡി അറിയാം എന്തായിരിക്കും നെക്സ്റ്റ് എന്ന്. സീക്വൻസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു പാറ്റേൺ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത നമ്പർ എന്താണെന്ന് ഊഹിക്കാൻ കഴിയും. ഫോർ ഇൻസ്റ്റൻസ് ഇവിടെ നമുക്ക് ഓൾറെഡി അറിയാം
ഇത് കഴിഞ്ഞ് അടുത്ത് വരാൻ പോകുന്നത് 5 സെന്റിമീറ്റർ ആണെന്ന്. ഇവിടെ നമുക്ക് ഓൾറെഡി അറിയാം 4 കഴിഞ്ഞാൽ 8, 8 കഴിഞ്ഞാൽ 12, 12 കഴിഞ്ഞാൽ 16, ഓരോന്നിന്റെ ഇടയിൽ ഗ്യാപ്പ് 4 ആയത് കാരണം നെക്സ്റ്റ് വരാൻ പോകുന്നത് 20 ആണ്. ഇവിടെ നമുക്കറിയാം നമ്പർ സീക്വൻസ് ആയത് കാരണം പെർഫെക്റ്റ് സ്ക്വയർസ് ആണ്. 1 സെന്റിമീറ്റർ സ്ക്വയർ, 4 സെന്റിമീറ്റർ സ്ക്വയർ, 9 സെന്റിമീറ്റർ സ്ക്വയർ, 16 സെന്റിമീറ്റർ സ്ക്വയർ, അടുത്ത് വരാൻ പോകുന്ന 25 സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും എന്നുള്ളത് നമുക്കറിയാം, കാരണം അതാണ് അടുത്ത പെർഫെക്റ്റ് സ്ക്വയർ. സിമിലർലി ഇത് √2 കഴിഞ്ഞാൽ 2√2, അതിന്റെ അർത്ഥം ഇതിന് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? √2 അല്ലെ? √2 + √2 = 2√2. 2√2 ഉം 3√2 തമ്മിലുള്ള ഡിഫറൻസോ? പിന്നെയും √2. 2√2 + √2 = 3√2. 3√2 ഉം 4√2 പിന്നെയും √2. സോ ഇതിന്റെ ഇടയിലുള്ള ഗ്യാപ്പുകൾ എല്ലാം തന്നെയും √2 ആണ്. സോ ഇതൊരു നമ്പർ സീക്വൻസ് മാത്രമല്ല, ഒരു അരിത്മെറ്റിക് സീക്വൻസും കൂടിയാണ്, കാരണം ഇത് കോൺസ്റ്റന്റ് ഡിഫറൻസ് ആണ്. അപ്പൊ ഈ 4 നമ്പർ സീക്വൻസിൽ ലെങ്ത് അരിത്മെറ്റിക് സീക്വൻസ് ആണ്, പെരിമീറ്റർ അരിത്മെറ്റിക് സീക്വൻസ് ആണ്, ഡയഗണലും ഒരു അരിത്മെറ്റിക് സീക്വൻസ് ആണ്. ഓക്കെ, നമുക്ക് അങ്ങനെ നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോവാം. ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന നെക്സ്റ്റ് എക്സാമ്പിൾ എന്ന് വെച്ചാൽ ഒരു സ്ക്വയർ തന്നിട്ട് നമുക്ക് ആ സ്ക്വയറിന്റെ ഓരോ മിഡ് പോയിന്റും ഇങ്ങനെ എടുത്ത് അത് ജോയിൻ ചെയ്തിട്ട് ഒരു പുതിയ സ്ക്വയർ ഉണ്ടാക്കിയിരിക്കുകയാണ് അല്ലെ. എന്നിട്ട് അതിനുശേഷം ആ ചെറിയ സ്ക്വയറിന്റെ ഉള്ളിലുള്ള ചെറിയ സ്ക്വയറിന്റെ പിന്നെയും മിഡ് പോയിന്റ് എടുത്തിട്ട് പിന്നെയും ഒരു സ്ക്വയർ ഉണ്ടാക്കുന്നു. പിന്നെ അതിനുശേഷം പിന്നെയും ഒരു സ്ക്വയറിന്റെ മിഡ് പോയിന്റ് എടുത്ത് പിന്നെയും ഒരു ചെറിയ സ്ക്വയർ ഉണ്ടാക്കുന്നു. അങ്ങനെ നമ്മൾ ഉണ്ടാക്കി ചെറിയ ചെറിയ സ്ക്വയറിലാക്കി പോവാണ്. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഈ ഓരോ സ്ക്വയറുകളെ വലുതോട്ട് ചെറുതിലോട്ട് പോകുന്ന രീതിയിൽ ഓരോ സ്ക്വയറിന്റെയും നമ്മൾ ലെങ്ത്തും ഏരിയയും കണ്ടുപിടിക്കാം. ഓക്കെ, സോ നമ്മളിപ്പോൾ ആ ടോപ്പിക്കിലോട്ട് പോവാണ്. ഇങ്ങനെയാണ് ഈ സ്ക്വയർ ഇവിടെ തന്നിരിക്കുകയാണ് നമുക്ക്, വലിയ സ്ക്വയറും അതിനകത്ത് വരുന്ന ചെറിയ സ്ക്വയറും. ഓക്കെ, എന്നിട്ട് അതിന്റെ ഇതേപോലെ ഒരു പാറ്റേൺ കൊടുത്തിരിക്കുകയാണ്. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ട അതിന്റെ ലെങ്ത് തന്നിട്ടുണ്ട്, നമുക്ക് അതിന്റെ ഏരിയ കണ്ടുപിടിക്കണം. ലെങ്ത് എത്ര തന്നിട്ടുള്ളത്? വലിയ സ്ക്വയറിന്റെ 1 മീറ്റർ. ഓക്കെ, നമുക്ക് ഓരോരോ സ്ക്വയറിന്റെ ലെങ്ത്തും അതിന്റെ ഏരിയയും കണ്ടുപിടിക്കാം. അപ്പൊ നമുക്കറിയാം ഈ കാണുന്ന ഇത് 1 മീറ്റർ ആണെങ്കിൽ, ഓക്കെ, ഓരോ സൈഡും 1 മീറ്റർ ആയിരിക്കുമല്ലോ, റെഡ് കളറിലുള്ള വലിയ സ്ക്വയറിന്റെ. അങ്ങനെയാണെങ്കിൽ ഈ കാണുന്ന ഇത്രയും ഭാഗം, ഈ പകുതി ഭാഗം 1/2 ആയിരിക്കും. എന്തുകൊണ്ടാണ് പകുതി? കാരണം ഈ പോയിന്റ് മിഡ് പോയിന്റ് ആണ് ഈ സൈഡിന്റെ. സോ 1/2. അതുപോലെ തന്നെ ഈ കാണുന്നതും 1/2. ഇത് രണ്ടും 1/2 ആണെങ്കിൽ ഈ ഡയഗണൽ എത്രയായിരിക്കും? നമ്മൾ ഓൾറെഡി ഇവിടെ ചെയ്തു, നിങ്ങൾക്ക് ഓർമ്മയും കാണും. രണ്ട് സൈഡ് കിട്ടിക്കഴിഞ്ഞാൽ ഡയഗണൽ √2 ടൈംസ് ആ സൈഡിന്റെ ലെങ്ത്. ഈ കേസിൽ സൈഡിന്റെ ലെങ്ത് 2 ആണ്, 1/2 ആണ്. സോറി, 1/2. അപ്പോൾ √2 × 1/2 ആണ് ഈ കാണുന്ന ഡയഗണലിന്റെ, സോറി, ഈ കാണുന്ന ഹൈപ്പോട്ടന്യൂസിന്റെ ലെങ്ത്. ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ ഹൈപ്പോട്ടന്യൂസ് ആണിത്. ആ ഹൈപ്പോട്ടന്യൂസിന്റെ ലെങ്ത് ആണ് √2 ടൈംസ് 1/2. √2 ടൈംസ് 1/2 എന്ന് പറയുമ്പോഴത്തേക്കും √2 ഡിവൈഡഡ് ബൈ 2 അല്ലേ. സോ √2 × 1/2 വിച്ച് ഈസ് ഈക്വൽ ടു 1/√2. കാരണം 2 എന്ന് പറയുന്നത് √2 × √2 ആണ്. അപ്പൊ √2 ക്യാൻസൽ ആവുന്നു, ഈസ് ഈക്വൽ ടു 1/√2. നമുക്ക് കിട്ടി ഈ അകത്തിരിക്കുന്ന സ്ക്വയറിന്റെ ഈ സൈഡ് 1/√2 അല്ലെ. ഓരോ സൈഡും 1/√2, കാരണം സ്ക്വയറിന്റെ എല്ലാ സൈഡ്സും സെയിം ആണ്. അപ്പൊ ഇതും 1/√2, ഈ കാണുന്ന ഇതും 1/√2. ഓക്കെ, നമുക്കിനിയും അടുത്ത അതുപോലെ തന്നെ ഈ അകത്തുള്ള പേർപ്പിൾ സ്ക്വയർ, ഇവിടെ കാണുന്ന പേർപ്പിൾ സ്ക്വയറിന്റെ സൈഡിന്റെ ലെങ്ത് കണ്ടുപിടിക്കാം. നമുക്ക് ഓൾറെഡി അറിയാം, നേരത്തെ ചെയ്തു വെച്ചിട്ട് ഈ കാണുന്ന ഇത് 1/√2 ആണ് ടോട്ടൽ സൈഡ് ലെങ്ത്. അത്രയാണെങ്കിൽ അതിന്റെ പകുതി 1/√2 ഡിവൈഡഡ് ബൈ 2 അല്ലെ. അപ്പം ഇത് 1/2√2 ഡിവൈഡ് ബൈ 2 ആണ് ഈ കാണുന്ന ലെങ്ത്. അതേ ലെങ്ത് തന്നെയാണ് ഈ സൈഡിൽ 1/2√2. ഓക്കെ, അപ്പം ഈ സൈഡ് 1/2√2, ഇത് 1/2√2, കാരണം ഇത് 90 ഡിഗ്രി ആംഗിൾ ആണ്. ഇതാണ് ഹൈപ്പോട്ടന്യൂസ്, ഈ ട്രയാംഗിളിന്റെ ഹൈപ്പോട്ടന്യൂസ് ആണിത്. അപ്പൊ ഹൈപ്പോട്ടന്യൂസിന്റെ ഫോർമുല നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് കഴിഞ്ഞു മുമ്പേ. പൈതഗോറസ് തിയറം വെച്ചിട്ട് √2 ×
എന്താണോ ഈ സൈഡ് √2 ടൈംസ് എ. ഓക്കെ, സോ ഇവിടെ ആൻസർ എന്തായിരിക്കും? √2 ടൈംസ് 1/2 √2 which is 1/2. ഓക്കെ, സോ അതാണ് ഈ സൈഡിന്റെ ലെങ്ത്. പർപ്പിൾ സ്ക്വയറിന്റെ ഓരോ സൈഡിന്റെ ലെങ്ത് ആണ് 1/2. ഓക്കെ, 1/2 1/2 അങ്ങനെ ഇത്. അതുപോലെ നമുക്ക് ഇത് കണ്ടുപിടിക്കാം. നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക എന്താണ് ആൻസർ വരുന്നതെന്ന്. ഓക്കെ, പക്ഷെ ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് ഇവിടെ ആൻസർ ഡയറക്റ്റ് ആയിട്ട് എഴുതിയേക്കാം. ഇതിന്റെ ആൻസർ നമുക്ക് കിട്ടും, കാരണം ഇത് ഓരോ സൈഡും ഈ കാണുന്ന പേർപ്പിളിന്റെ ഓരോ സൈഡും 1/2 ആയത് കാരണം അതിന്റെ പകുതി, അതായത് ഇത്. ഓക്കെ, ഓരോന്നും 1/2 ഡിവൈഡഡ് ബൈ 2 എന്ന് വെച്ചാൽ 1/2ന്റെ പകുതി 1/4 ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. സോ ഇത് 1/4, ഇത് 1/4. അപ്പൊ നമുക്ക് ഈ കാണുന്ന ഹൈപ്പോട്ടന്യൂസ് എന്തായിരിക്കും? ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ ഹൈപ്പോട്ടന്യൂസ് √2 ടൈംസ് നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് ഇപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാം √2 ടൈംസ് എ. സോ ഇത് ഇവിടെ കാണുന്നു 1/4 ആണ് ഈ ഓരോ ചെറിയ സൈഡുകളും. അപ്പൊ ഈ വരുന്ന ഹൈപ്പോട്ടന്യൂസ് എന്തായിരിക്കും? √2 ടൈംസ് 1/4. √2 ടൈംസ് 1/4 എന്ന് പറയുമ്പോൾ 1/2 ഓക്കെ, കാരണം 1/4 1 ഡിനോമിനേറ്ററിൽ 2 into 2 4 ആണല്ലോ. ആൻഡ് 2 എന്ന് പറയുന്നത് √2ന്റെ സ്ക്വയർ ആണ്. √2 into √2. അപ്പൊ ഒരു √2 മോഡിലുള്ള ഡിനോമിനേറ്ററിലെ √2 ക്യാൻസൽ ആവുന്നു. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ 1/2 √2. അപ്പൊ നമുക്ക് ഇവിടെ എഴുതാം ലെങ്ത് ഓരോന്നിന്റെ. നമുക്ക് ഓൾറെഡി അറിയാം റെഡ് എന്നുള്ള ഇതിന്റെ ലെങ്ത് ആണ് 1 മീറ്റർ. ഓക്കെ, ഇത് പേർപ്പിൾ സോറി ഗ്രീൻ, അതാണ് നെക്സ്റ്റ് വരുന്നത്. ഗ്രീനിന്റെ ലെങ്ത് ആണ് 1/√2. ഇതിൻ്റെത് 1/2, ഇതിൻ്റെത് 1/2 √2. നമുക്ക് എഴുതാം ഇത് 1 മീറ്റർ 1/√2 മീറ്റർ 1/2 മീറ്റർ. പിങ്കിൻ്റെത് 1/2 √2 മീറ്റർ. നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ് ഏരിയ? നമുക്കറിയാം സ്ക്വയറിന്റെ ഏരിയ എന്ന് പറയുന്നത് സൈഡിന്റെ സ്ക്വയർ ആണ്. 1 മീറ്ററിന്റെ 1 മീറ്റർ സ്ക്വയർ, 2 മീറ്റർ ഉള്ള സ്ക്വയറിന്റെ 2 സ്ക്വയർ മീറ്റർ സ്ക്വയർ വിച്ച് ഇസ് 4 മീറ്റർ സ്ക്വയർ. അപ്പൊ നമുക്ക് ഇതിൽ ഓരോന്നിന്റെ എഴുതാം. റെഡിന്റെ ഏരിയ 1 മീറ്റർ സ്ക്വയർ, ഗ്രീനിന്റെ ഏരിയ 1/√2 ഹോൾ സ്ക്വയർ മീറ്റർ സ്ക്വയർ. 1/√2ന്റെ ഹോൾ സ്ക്വയർ എത്രയായിരിക്കും? 1/2. ഓക്കെ, സോ ഇത് 1/2 മീറ്റർ സ്ക്വയർ. 1/2 മീറ്ററിന്റെ ഒരിക്കലും നമ്മൾ യൂണിറ്റ് ഇതുപോലെ ഞാൻ ഇപ്പൊ എഴുതിയ തെറ്റ് പറ്റിയതുപോലെ എഴുതരുത്. നമ്മൾ എപ്പോഴും 1/2 എന്ന് എഴുതിയിട്ട് ഇവിടെ മോഡിൽ ഇവിടെ എഴുതാം. ഓക്കെ, സോ 1/2 മീറ്റർ എന്നുള്ള ലെങ്ത് ഉള്ള സ്ക്വയറിന്റെ ഏരിയ എന്തായിരിക്കും? 1/2 ഹോൾ സ്ക്വയർ വിച്ച് ഇസ് 1/4 മീറ്റർ സ്ക്വയർ. 1/2 √2ന്റെ 1/8 മീറ്റർ സ്ക്വയർ. ഓക്കെ, കാരണം 2 √2നെ നമ്മൾ സ്ക്വയർ ചെയ്യുമ്പോഴത്തേക്കും 2 into 2 4, √2 into √2 2, 4 into 2, so 2 square into √2 square എന്നാണ് എഴുതുന്നത്. √2 square എന്താണ്? 4, √2 square എന്ന് പറയുന്നത് 2, 4 into 2 8. ഓക്കെ, സോ 1/8 മീറ്റർ സ്ക്വയർ. അപ്പൊ നമുക്കിവിടെ കാണാം ഏരിയ ഒരു സീക്വൻസ് ഉണ്ടാക്കുകയാണ്. 1 മീറ്റർ 1/2 1/4 1/8 അല്ലെ? നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക, ഇതിൽ ഒരു പ്രത്യേക സീക്വൻസ് നമുക്ക് കാണാൻ പറ്റില്ല. ഓക്കെ, എന്താണ് സീക്വൻസ്? എന്തായിരുന്നു ഇവിടുത്തെ ഏരിയ? ആദ്യത്തെ ഏരിയ ആ സ്ക്വയറിന്റെ മിഡ് പോയിന്റ്സ് കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ ഒരു സ്ക്വയർ ഉണ്ടാക്കുമ്പോൾ അതിന്റെ ഏരിയ പകുതിയായി. ആ പുതിയ സ്ക്വയറിന്റെ ഏരിയ നേരത്തെ ഉണ്ട സ്ക്വയറിന്റെ പകുതിയാണ്. എന്നിട്ട് ഈ പുതിയ സ്ക്വയറിന്റെ പിന്നെയും നമ്മൾ മിഡ് പോയിന്റ് കണ്ടുപിടിച്ച് പുതിയൊരു സ്ക്വയർ അതിനുള്ളിൽ ഉണ്ടാക്കുമ്പോൾ ആ സ്ക്വയറിന്റെ ഏരിയ എന്ന് പറയുന്നത് ഇതിന്റെ പകുതി 1/2ന്റെ പകുതിയാണല്ലോ 1/4. അതുപോലെ തന്നെ നെക്സ്റ്റ് 1/4ന്റെ പകുതി 1/8. അപ്പൊ അടുത്ത് എന്തായിരിക്കും ഈ സീക്വൻസിൽ അടുത്ത് വരാൻ പോകുന്ന സ്ക്വയർ എന്ന് വെച്ചാൽ ഈ കാണുന്ന പേർപ്പിൾ പിങ്ക് സ്ക്വയറിന്റെ ഉള്ളിൽ ഞാൻ വേറൊരു സ്ക്വയർ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ സ്ക്വയറിന്റെ ഏരിയ എന്തായിരിക്കും? ഇങ്ങനെയുള്ള ഒരു സ്ക്വയറിന്റെ ഏരിയ എന്തായിരിക്കും? നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാതെ തന്നെ ഈ സീക്വൻസിന് മനസ്സിലാക്കാം. അടുത്തത് ഈ 1/8ന്റെ പകുതി ആയിരിക്കും വിച്ച് ഇസ് 1/16. ഓക്കെ, അതാണ് ഒരു നമ്പർ സീക്വൻസിന്റെ ബ്യൂട്ടി. നമുക്ക് അതിന്റെ നെക്സ്റ്റ് വരാൻ പോകുന്ന നമ്പേഴ്സ് നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് തൽക്കാലം നമ്മളിപ്പം ഇതുപോലെ പൈതഗോറസ് തിയറം ഒക്കെ വെച്ച് നമ്മളിങ്ങനെ കണ്ടുപിടിച്ചു ഓരോ സൈഡ് ലെങ്ത്, എന്നിട്ട് അതിനെ സ്ക്വയർ ചെയ്ത് ഏരിയ കണ്ടുപിടിച്ചു ഇവിടെ അല്ലെ? നമുക്ക് ഇതിനെ വിഷ്വലൈസ് ചെയ്ത് മനസ്സിലാക്കാം. ഓക്കെ, ഫോർ ഇൻസ്റ്റൻസ് നമ്മൾ ഇതാണല്ലോ വരച്ചത് ഇവിടെ.
ഒരു സ്ക്വയർ എടുത്തിട്ട് സ്ക്വയറിന്റെ മിഡ് പോയിന്റ്സ് നമ്മൾ ജോയിൻ ചെയ്ത് ഒരു ഉള്ളിൽ വേറൊരു ഗ്രീൻ സ്ക്വയർ ഉണ്ടാക്കി. എന്തുകൊണ്ടാണ് ഈ ഗ്രീൻ സ്ക്വയറിന്റെ ഏരിയ റെഡ് സ്ക്വയറിന്റെ പകുതിയാവുന്നത്? നമ്മൾ ഓൾറെഡി ലെങ്ത് ഒക്കെ കണ്ടുപിടിച്ച് ഏരിയ കാൽക്കുലേറ്റ് ചെയ്ത് മനസ്സിലാക്കി. പക്ഷെ നമുക്ക് വിഷ്വലി കൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കാം. എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ തൽക്കാലം ഇങ്ങനൊരു ലൈൻ വരയ്ക്കാം. ഓക്കെ, ഡയഗണൽ ഇതിനുള്ളിൽ. ഓക്കെ, നിങ്ങൾക്ക് ഓൾറെഡി വിഷ്വലി മനസ്സിലാക്കാം. ഈ കാണുന്നത് ഒരു സ്ക്വയർ ആണല്ലോ, അല്ലെ? ഇതൊരു സ്ക്വയർ ആകുമ്പോൾ നമ്മൾ അതിന്റെ ഡയഗണൽ ഇങ്ങനെ അതിന്റെ ഡയഗണലും അതിന്റെ അർത്ഥം ഈ ഏരിയയും ഈക്വൽ അല്ലേ? അതുപോലെ തന്നെ ഈ സ്ക്വയറിന്റെ കേസിലും ഈ ഏരിയയും ഈക്വൽ ആണ്. ഓക്കെ, ഈ ഏരിയയും ഈക്വൽ ആണ്, ഈ ഏരിയയും ഈക്വൽ ആണ്. അതിന്റെ അർത്ഥം തൽക്കാലത്തേക്ക് നമുക്ക് വിചാരിക്കാം ഈ കാണുന്ന ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്, ഓക്കെ, ഈ ഏരിയ നമ്മൾ ഏരിയയെ നമ്മൾ എ എന്ന് ഡിനോട്ട് ചെയ്യാണ്. എ ആണ് ഈ കാണുന്ന ട്രയാങ്കിളിന്റെ ഏരിയ. നമുക്കറിയാം ഇതിന്റെ ഏരിയ എ ആണെങ്കിൽ ഇതും എ ആണ്, 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 ഇതെല്ലാം തന്നെ എ ആണ്. അപ്പൊ എത്ര എ കൂടുമ്പോഴാണ് ഈ ചെറിയ സ്ക്വയർ ഉണ്ടാവുന്നത്? 1, 2, 3, 4. ഈ 4 കൂടുമ്പോഴാണ് ഈ സ്ക്വയർ ഉണ്ടാവുന്നത്. സോറി, സർക്കിൾ അല്ല, സ്ക്വയർ ഉണ്ടാവുന്നത്. ഏരിയ എ കൂടുമ്പം ഈ സ്ക്വയർ ഉണ്ടായി. അപ്പം ഉള്ളിലെ ഗ്രീൻ സ്ക്വയറിന്റെ ഏരിയ എത്രയാണ്? equal to 4 times A. ഓക്കെ, റെഡ് സ്ക്വയറിന്റെ ആണെങ്കിലോ എത്ര എണ്ണം കൂടുമ്പോഴാണ് റെഡ് സ്ക്വയറിന്റെ ഏരിയ ഉണ്ടാവുന്നത്? റെഡ് സ്ക്വയറിന് 1, 2, 3, 4, 5, 6, 7, 8 എണ്ണം. അപ്പൊ റെഡ് സ്ക്വയറിന്റെ ഏരിയ 8A. അപ്പം ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നില്ലേ? റെഡ് സ്ക്വയറിന്റെ പകുതിയാണ് ഗ്രീൻ സ്ക്വയർ. വിഷ്വലി മനസ്സിലാവുന്നുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന്? കാരണം നമ്മൾ ഇതുപോലെ ഇവിടെ മിഡ് പോയിന്റ് എടുത്ത് ഒരു സ്ക്വയർ ഉണ്ടാക്കുമ്പോൾ ഉള്ളിൽ കിട്ടുന്ന സ്ക്വയർ എപ്പോഴും വെളിയിലുള്ള സ്ക്വയറിന്റെ പകുതി ഏരിയ ആയിരിക്കും. ഓക്കെ, അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഈ ഗ്രീൻ സ്ക്വയർ റെഡ് സ്ക്വയറിന്റെ പകുതി, പർപ്പിൾ സ്ക്വയർ ഗ്രീൻ സ്ക്വയറിന്റെ പകുതി, പിങ്ക് സ്ക്വയർ പർപ്പിൾ സ്ക്വയറിന്റെ പകുതി. അങ്ങനെ പകുതിയായി പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് നമുക്ക് ഏരിയയുടെ സീക്വൻസും അതുപോലെ കിട്ടുന്നത്. 1, 1/2, 1/4, 1/8. സപ്പോസ് ഈ വലിയ സ്ക്വയറിന്റെ ഏരിയ 4 മീറ്റർ സ്ക്വയർ ആണെന്ന് വിചാരിച്ചോ. അങ്ങനെ ആയിരുന്നെങ്കിൽ അതിനുള്ളിലുള്ള സ്ക്വയറിന്റെ ഏരിയ 2 മീറ്റർ സ്ക്വയർ, അത് കഴിഞ്ഞാൽ 1 മീറ്റർ സ്ക്വയർ, അത് കഴിഞ്ഞാൽ 1/2 മീറ്റർ സ്ക്വയർ, അങ്ങനെ പകുതിയായി പൊയ്ക്കൊണ്ടിരുന്നതാണ്. ഓക്കെ, ഗ്രേറ്റ്. നമുക്ക് നോക്കാം ഇനി അടുത്ത ടോപ്പിക് എന്താണെന്നുള്ളത്. അടുത്ത ടോപ്പിക്കിൽ പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഇതുപോലത്തെ സീക്വൻസ് നമുക്ക് ഫിസിക്സിൽ നിന്നും നമുക്ക് കിട്ടുന്നതാണ്. ഫോർ ഇൻസ്റ്റൻസ്, നമുക്ക് വെലോസിറ്റിയുടെ ഫോർമുല അറിയാം. v is equal to 9.8t. ഒരു ഒബ്ജക്റ്റ് ഒരു ഹൈറ്റിൽ നിന്ന് താഴോട്ട് വരുന്നതിനെ പറ്റി. ഓക്കെ, നമുക്ക് ഡിസ്റ്റൻസ് ട്രാവലിന്റെയും ഫോർമുല അറിയാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിന്റെ സീക്വൻസ് എങ്ങനെ എഴുതും? ഓരോ സെക്കൻഡിലും ടൈം ഓരോ സെക്കൻഡായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം സ്പീഡ് എങ്ങനെ കൂടുന്നു? 9.8, 19.6, 29.4, 39.2 ഈ ഫോർമുല വെച്ചിട്ട്. ഓക്കെ, ഈ ഫോർമുല നമ്മൾ ടി ഇത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു, നമുക്ക് v കിട്ടും. അതുപോലെ ഈ ഫോർമുലയിൽ നമ്മൾ ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഡിസ്റ്റൻസ് ഇത് കിട്ടും. ഈ ഓരോരോ ടി ഇടുമ്പോഴത്തേക്കും നമുക്ക് ഡിസ്റ്റൻസ് കിട്ടുന്നു. ഇത് രണ്ടും തന്നെ ഇതും ഈ കാണുന്ന 3 നമ്പർ സീക്വൻസിലാണ്. ഇത് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്, കാരണം ഓരോന്നിന്റെ ഇടയിലുള്ള ഡിഫറൻസ് 1 അല്ലെ. ഇതും സ്പീഡും ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്, കാരണം ഓരോന്നിന്റെ ഇടയിലുള്ള ഡിഫറൻസ് എത്രയാണ്? 9.8. 29.4 39.2 ഇടയിലുള്ള ഡിഫറൻസും 9.8. എന്നാൽ ഡിസ്റ്റൻസിന്റെ ഇടയിലുള്ള ഓരോ ഡിഫറൻസുകൾ കോൺസ്റ്റന്റ് ഡിഫറൻസ് അല്ല. അതുകൊണ്ട് ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് അല്ല, പക്ഷേ ഇറ്റ് ഇസ് സ്റ്റിൽ എ നമ്പർ സീക്വൻസ്, ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്ന ഒരു സീക്വൻസ് ആണ്. ഓക്കെ, സിമിലർലി ഇവിടെ വേറൊരു എക്സാമ്പിളും കൊടുത്തിട്ടുണ്ട് ഫിസിക്സിന്റെ. ഇത് നിങ്ങൾ തന്നെത്താൻ ചെയ്ത് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾക്ക് പല പല സീക്വൻസുകളും പല പല നമ്പേഴ്സിന്റെ അതിന്റെ യൂസസും മനസ്സിലാവുന്നതായിരിക്കും. നമുക്ക് ഓൺ ദാറ്റ് നോട്ട് നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോകാം, വിച്ച് ഇസ് ഇത്. സോ ഈ കൊടുത്തിരിക്കുന്ന എൻറ്റയർ സെക്ഷൻ തന്നെ പല പല സീക്വൻസുകളിലെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, എന്തൊക്കെയാണ് വേറെ വേറെ സീക്വൻസിൽ ഉണ്ടാകുക? ഫോർ ഇൻസ്റ്റൻസ് പ്രൈം നമ്പേഴ്സ്, അതൊരു സീക്വൻസ് ആണ് അല്ലെ. എന്താണ് അവിടുത്തെ സീക്വൻസിന്റെ റൂൾ? എന്തുവാണ് ഈ കേസിൽ?
ഓരോ നമ്പറും പ്രൈം നമ്പർ ആയിരിക്കണം, അതാണ് റൂൾ. അതുകൊണ്ട് 2, 3, 5, 7 അങ്ങനെ നമ്മൾ എഴുതുന്നു. പക്ഷെ ഈ ഓരോ നമ്പറിന്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പ് സെയിം ആണോ? അല്ല. 2-ന്റെയും 3-ന്റെ ഇടയിൽ 1, 3-ന്റെയും 5-ന്റെ ഇടയിൽ 2, 5-ന്റെയും 7-ന്റെ ഇടയിൽ 2, പക്ഷെ 7-ന്റെയും 11-ന്റെ ഇടയിൽ 4 അങ്ങനെ. സോ ഒരു കോൺസ്റ്റന്റ് ഗ്യാപ്പ് അല്ലാത്തത് കാരണം ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് അല്ല, പക്ഷെ ഒരു നമ്പർ സീക്വൻസ് ആണ്. ഓക്കെ. സിമിലർലി നമ്മൾ 21-നെ 37 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഡെസിമൽസ് അത് നമ്മൾ എഴുതി കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. ഇതാണ് ഡെസിമൽസ് നമുക്ക് കിട്ടുന്നത്. അതും ഒരു സീക്വൻസ് ആണ്. 567, 567, 567. ഓക്കെ. നമ്മൾ പൈന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുവാണെങ്കിൽ കിട്ടുന്നത് 3.141592 അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. അതൊരു സീക്വൻസ് ആണ്. സിമിലർലി ഒരു സീക്വൻസ് ആണ്. ആരെങ്കിലും ചോദിക്കുകയാണ് tell us the list of numbers which ends with 1. അപ്പൊ എന്തൊക്കെയാണ് അത്? 1, 11, 21, 31. അതൊരു നമ്പർ സീക്വൻസ് ആണ്. ഒരു അരിത്തമെറ്റിക് സീക്വൻസും കൂടിയാണ്. കാരണം 1-ന്റെ 11-ന്റെ ഇടയിലുള്ള ഡിഫറൻസ് 10, 11-ന്റെയും 21-ന്റെ ഇടയിലുള്ള ഡിഫറൻസ് 10, ഓരോന്നിന്റെ ഇടയിലുള്ള ഡിഫറൻസ് 10 ആണ്. ഓക്കെ. സോ അത് മനസ്സിലാക്കിയ ശേഷം നമുക്ക് തൽക്കാലം